ഗവർണറും മുഖ്യമന്ത്രിയും ഇന്ന് ഒരേ വേദിയിൽ എത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ തോതിലുള്ള തർക്ക വിഷയങ്ങളിലേക്ക് ഇരുവിഭാഗവും പോയി. അത് നേരിട്ട് മുഖ്യമന്ത്രിയാണ് തനിക്കെതിരെ SFIക്കാരെ വിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നടക്കമുള്ള അതിരൂക്ഷ വിമർശനങ്ങളിലേക്ക് ഗവർണർ പോകുന്നതുകൊണ്ടാണ്. ഗവർണർക്കെതിരെ സമാന രീതിയിൽ മുഖ്യമന്ത്രിയും ഒക്കെ പ്രതികരിക്കുന്നത് കണ്ടാണ്. പക്ഷേ ഇന്ന് ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി KB ഗണേഷ് കുമാറിൻ്റെയും കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെയും മന്ത്രിമാരായുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഗവർണർ എത്തും. മുഖ്യമന്ത്രിയും അതേ വേദിയിലുണ്ടാകും. വൈകിട്ടാണ് ചടങ്ങ് നടക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പമുണ്ട്. പ്രശാന്ത്, ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. ഗവർണറും പിണറായി വിജയനും നേർക്കുനേർ വരുന്നത്. ചിരിച്ചുകൊണ്ട് ഇരുവരും ഹസ്തദാനം ചെയ്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കും. പക്ഷേ ഈ സുപ്രീം കോടതിയിൽ ഇന്നാണ് ഭേദഗതി ചെയ്ത ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. പരിഗണനയിലിരിക്കുന്ന ബില്ലുകൾ അടിയന്തരമായി അതിൽ ഒപ്പുവയ്ക്കാൻ നിർദ്ദേശിക്കണം. ഭരണഘടനാ ചുമതല വേഗത്തിൽ നിർദ്ദേശിക്കാൻ കോടതി വിധിക്കണം എന്ന ഒരു ആവശ്യമാണ് കേരളം സുപ്രീം കോടതിയുടെ മുമ്പിൽ വച്ചിരിക്കുന്നത്. ആ സമയത്താണ് ഈ കൂടിക്കാഴ്ച. ഇതെങ്ങനെയായി മാറും? ദിവിഷ്, ഈ ബില്ലുകൾ ഒപ്പിടാത്ത വിഷയത്തിലും ചാൻസലറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം തന്നെ സർക്കാരും പാർട്ടിയും SFIയും എല്ലാം തന്നെ ഗവർണറും എല്ലാം പരസ്പരം പോരടിക്കുകയാണ്. അത് തെരുവിലെ പോരടിയായി. പിന്നീട് നിയമപരമായ പോരാട്ടം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. സർക്കാർ ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്ക് വരെ പരാതി നൽകിയിരിക്കുന്നു. പക്ഷേ ഈ പ്രതിസന്ധികളൊന്നും തന്നെ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് വിഘാതമായില്ല. കാരണം ഒരു ഘട്ടത്തിലും ഇതിന് തടസ്സം നിൽക്കുമെന്ന നിലപാട് രാജ്ഭവൻ സ്വീകരിച്ചില്ല, ഗവർണർ സ്വീകരിച്ചില്ല. ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് വഴിയൊരുക്കുക, പുതിയ മന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞയ്ക്ക് വഴിയൊരുക്കുക എന്നുള്ളത്. അത് നിർവഹിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് തുടക്കം മുതലേ രാജ്ഭവൻ വൃത്തങ്ങളും വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ ഡൽഹിയിലായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തി. ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം അദ്ദേഹം മുംബൈക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. ഗവർണർ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കും എന്ന നിലപാട് തന്നെയാണ് എന്ന ചിന്ത തന്നെയാണ് സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും പാർട്ടി കേന്ദ്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തത്. ഗവർണർ ആ നിലപാട് സ്വീകരിച്ചെങ്കിലും SFI ഇന്നലെ ഗവർണർ തിരുവനന്തപുരത്തെത്തി രാജ്ഭവനിലേക്ക് വരുന്ന വഴിയെല്ലാം തന്നെ കരിങ്കൊടിയോടെയാണ് സ്വീകരിച്ചത്. ഇന്നിപ്പോൾ അദ്ദേഹം മടങ്ങിപ്പോകുമ്പോഴും അതേ നിലപാട് തന്നെയാണ് SFI സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനം ഇന്നത്തെ മന്ത്രിമാരുടെ രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന രാജ്ഭവനിലെ വേദി തന്നെയാണ്. കാരണം ഏറെ നാളിന് ശേഷമാണ് മുഖ്യമന്ത്രിയും ഗവർണറും നേർക്കുനേർ എത്തുന്നത്, മുഖാമുഖം എത്തുന്നത്. മുൻപ് കൂടി ഇതുപോലെ ഒരേ വേദിയിൽ ഒരുമിച്ചെത്തുമ്പോഴൊന്നും തന്നെ ഇതുപോലെ ബന്ധം ഇത്രയും വഷളായിരുന്നില്ല. അതായത് ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയിരുന്നില്ല. ഗവർണറെ തിരുത്തണം, സർക്കാരിന് സുഗമമായി പ്രവർത്തിക്കാൻ വഴിയൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ രാഷ്ട്രപതിക്ക് കത്തയച്ചിരുന്നില്ല. അപ്പോൾ ഈ അനിഷ്ടങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വേദിയിലാണ് ഇന്ന് ഇരുവരും നേരിട്ട് കാണുന്നത്. മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും വലിയ രാഷ്ട്രീയ ചർച്ചകൾ തന്നെയാകും. ഏതായാലും ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടിയാണ് ഈ വേദിയിൽ ഒരുമിച്ചെത്തുന്നത്. അതുകൊണ്ട് വളരെ ഔപചാരികമായി തന്നെയാകും ഈ ചടങ്ങ് നടത്തുക. പിന്നെ മറ്റ് പ്രസംഗങ്ങൾക്കൊന്നുമുള്ള വേദിയല്ല എന്നതുകൊണ്ട് തന്നെ അനിഷ്ടങ്ങൾ മറ്റു രീതിയിൽ പ്രകടിപ്പിക്കാൻ, അത് നോക്കിൽ പ്രകടിപ്പിക്കാം, വാക്കിൽ എത്രത്തോളം പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ അവിടെ ഇല്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇന്നത്തെ ഈ വേദിയിൽ. അതുകൊണ്ട് തന്നെ ഇന്ന് ചടങ്ങ്